Silence. Good afternoon. I am Aishwarya. ഞാൻ ഇവിടെ സയൻസ് ബിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് കേൾക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പോൾ സാറിനെ കണ്ടപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. സാറിന് അത് എല്ലാവരും കേൾപ്പിക്കണം, എല്ലാവരും അത് മനസ്സിലാവണം എന്നുള്ളവര് പറഞ്ഞു തന്നാലേ നമുക്കത് കേട്ടിരിക്കാൻ ഒരു ആഗ്രഹം തോന്നുള്ളൂ. അപ്പം അതോടാണ് ഞാൻ ക്ലാസ്സിൽ ഇരുന്നതും. സാർ പറഞ്ഞ മിക്ക കാര്യങ്ങളും എന്റെ അച്ഛൻ ഇത് കണക്ക് സംസാരിക്കുന്ന ഒരാളാണ്. സാർ പറഞ്ഞ മിക്ക കാര്യങ്ങളും അച്ഛൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കേട്ടിട്ടുണ്ടോന്നൊക്കെ കേൾക്കും, ചെവിയോടെ കേൾക്കും. പക്ഷെ പിന്നെ ഞാൻ സത്യമല്ലല്ലോ, അച്ഛനല്ലേ പറഞ്ഞ, അച്ഛൻ എത്ര അറിയാം എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി സാറിനെ പോലുള്ള ആൾ വന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളും, അത് ഇമോഷണൽ ബാലൻസിന്റെ കാര്യമായാലും ലോ ഓഫ് അട്രാക്ഷൻ ആയാലും എല്ലാം അച്ഛൻ ഇതേപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അല്ല, ഇപ്പോഴും അച്ഛനുണ്ട്, എന്നാലും ഇപ്പോഴും അച്ഛൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാലും ഞാൻ അത് മൈൻഡ് ചെയ്തില്ലായിരുന്നു, സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ സാറൊന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അച്ഛന്റെ വില. പിന്നെ സാർ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ വില എനിക്ക് മനസ്സിലായി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ പേരൻസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. തുടങ്ങി ഗുണദോഷം ഇംഗ്ലീഷിൽ തന്നെ പറയണം. So, okay, my name is Abdul and I'm from. നീ എന്ത് നന്നായി സംസാരിച്ചു? then why are you afraid of? What are you afraid of? Teach it. Good evening, friends. Good evening, friends. Abdul BS. Accent തന്നെ സംസാരിക്കണം. പറഞ്ഞോ. I just like crave it for this like talking, you know. I don't know how to say, like I'm just like scared of this. So, No, I don't know. I don't know. Thank you. നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. നിങ്ങൾ അവനായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ അവനെ നിങ്ങൾ കളിയാക്കിയൊക്കെ ചെയ്യുന്നതായിട്ടാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കില്ലെങ്കിലും മോശക്കാരായിട്ട് കാണാതെ അവര് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് കോൺഫിഡൻസ് മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ സംസാരിക്കാം. ഓക്കെ, വിശ്വാസം. ഞാൻ കുറച്ച് ഇരിക്കാൻ ക്ലാസ്സിലായിട്ട് ആർക്കും ചോദിക്കാം.